ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമുക്ക് കപ്പലണ്ടി കൊണ്ട് ഒരു അടിപൊളി വിഭവം തയ്യാറാക്കിയാലോ. അതിന് ഞാൻ അരക്കപ്പ് കപ്പലണ്ടി രാവിലെ വെള്ളത്തിലിട്ട് കുതിർത്ത് വച്ചിരിക്കുകയാണ്. ഇത് വറുത്ത കപ്പലണ്ടിയാണ്. പച്ച കപ്പലണ്ടിയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു സവാള ചെറുതായിട്ട് കൊത്തി അരിയണം, ആവശ്യത്തിനുള്ള കറിവേപ്പില, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 കപ്പ് തേങ്ങ. ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക, 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഒത്തിരി ഒന്നും ഞാൻ എണ്ണ ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കരുത് കേട്ടോ. 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉഴുന്ന് കൂടെ ചേർക്കണം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി കൂടെ നമുക്ക് ചേർക്കാം. ഇതിനെ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇതിനെ വഴറ്റണം. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില കൂടെ നമുക്ക് ചേർക്കണം. കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റണം. ഇനി നമുക്ക് ഇതിലേക്ക് കപ്പലണ്ടി ഉണ്ടല്ലോ, അതിൻ്റെ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വയ്ക്കണം. അതുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ചേർത്ത് നന്നായിട്ട് നമുക്ക് വഴറ്റണം. കപ്പലണ്ടി നന്നായിട്ട് വഴന്നു വന്ന് ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതുണ്ടല്ലോ, അത് ചേർക്കണം. അതും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് വഴറ്റണം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടെ നമുക്ക് ചേർക്കാം. അത് കഴിഞ്ഞ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. എല്ലാം കൂടെ ഒന്ന് നമുക്ക് വഴറ്റാം. അത് കഴിഞ്ഞ് നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ജീരകപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ 1/4 ടീസ്പൂൺ വീതം, അതുകൂടെ നമുക്ക് ചേർത്ത് നന്നായിട്ട് ഇതിലേക്ക് നമുക്ക് വഴറ്റണം. ഇതിലേക്ക് നമുക്ക് തേങ്ങ, 1 കപ്പ് തേങ്ങ കൂടെ നമുക്ക് ചേർക്കണം. അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇത് വളരെ അടിപൊളി ഈവനിങ് സ്നാക്സുമാണ്. ഉച്ചയ്ക്ക് നമുക്ക് തോരനായിട്ട് ഉപയോഗിക്കാം. കുട്ടികൾക്ക് സ്നാക്സായിട്ട് സ്കൂളിലും കൊടുത്തു വിടാൻ പറ്റും കേട്ടോ. വളരെ ഹെൽത്തിയാണ്, ഉണ്ടാക്കാനും എളുപ്പമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.